ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻറ്റൻസ് 20 ഡേയ്സ് റിവിഷൻ സീരീസ് ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വരെ ചെയ്ത എല്ലാ വീഡിയോസും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് നിങ്ങൾ കമൻസിലൂടെയൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ പോലെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് മാത്സിലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം മാത്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇന്ന ചാപ്റ്റർ എന്നില്ല, നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് റിവിഷൻ സീരീസിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The two numbers are in the ratio of 2:3. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 2:3 ആണ്. If each number increased by 20, the ratio becomes 3:4. The numbers are. അപ്പൊ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോ 2:3 ആണെങ്കിൽ നമ്പേഴ്സ് 2x and 3x ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ? നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കണേ? ഈ നമ്പേഴ്സ് 20 ഇൻക്രീസ് ചെയ്താൽ, അപ്പൊ നമ്പേഴ്സിന്റെ കൂടെ 20 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ 3/4 ആണ് അല്ലെ? ഇനി ഇത് ക്രോസ് ചെയ്താൽ പോരെ? 4 into 2 എന്ന് പറഞ്ഞാൽ 8x plus 4 into 2 40x, സോറി 80, 3 into 3 9, 9x plus 60 ആണ് വരിക. ഇവിടെ 60 ഇങ്ങോട്ട് കൊണ്ടുവന്ന 80 minus 60 എന്ന് പറയുമ്പോൾ 20 എന്ന് വരും. 9x minus 8x എന്ന് പറയുമ്പോൾ x എന്ന് വരും. സോ എക്സിന്റെ വാല്യൂ 20 ആണെന്ന് കിട്ടി നമുക്ക്. ഇനി നമുക്ക് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കണേ. 20 into 2 എന്ന് പറഞ്ഞാൽ 40, 20 into 3 എന്ന് പറഞ്ഞാൽ 60. അപ്പൊ 40 and 60 ആണ് എന്ത് വരുന്നത്? നമുക്ക് വരുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് റേഷ്യോ പ്രപ്പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, find the mean proportional between 169 and 121. നമ്മൾ മീൻ പ്രപ്പോർഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? രണ്ട് നമ്പേഴ്സിന്റെ മീൻ പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് a into b ആണ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ മീൻ പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 169 into 121 ആണ്. അപ്പൊ ഈ നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള നമ്പേഴ്സ് ആണ് അല്ലെ? എന്താണ്? 169 എന്ന് പറഞ്ഞാൽ 13 സ്ക്വയർ ആണ്. 121 എന്ന് പറഞ്ഞാൽ 11 സ്ക്വയർ ആണ്. സ്ക്വയറും റൂട്ടും കട്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെയാ വരിക? 13 into 11 ആണ് വരിക. 13 into 11 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 143 ആണ്. 143 ആണ് 13 into 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് മീൻ പ്രപ്പോർഷണൽ. 169ന്റെയും 121ന്റെയും മീൻ പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ 143 ആണ്. ഓക്കെ, അടുത്തത്, the following table shows the number of students from 5 schools A, B, C, D and E who play 5 different sports. Based on the table, answer the question given below. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാണ്ടാണ് ഞാൻ ഇത് മുഴുവൻ എഴുതി വെച്ചത്. ഓക്കെ, ക്വസ്റ്റ്യൻ വിട്ടുപോയി. ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിച്ചു തരാം. Which school has the highest number of participants for the maximum number of sports? ഇതാണ് ക്വസ്റ്റ്യൻ. സോറി, ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സ്കൂളിനാണ് മാക്സിമം സ്പോർട്സിലും ഹയസ്റ്റ് നമ്പർ സ്റ്റുഡൻസ് ഉള്ളത്? ഏത് സ്കൂളിനാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 34, 21, 12, 9, 98 കുഴപ്പമില്ല. ഇവിടെ 67 എല്ലാ കൂടുതലാണ് അല്ലെ? 67 കൂടുതലാണ്. ഇവിടെ 78 ഉണ്ട്. ഓക്കെ, ഇവിടെ 40 ആണ് കൂടുതൽ. ഇവിടെ 22 അതാണ് കൂടുതൽ. ഇവിടെ 13 അതാണ് കൂടുതൽ. 121. അപ്പൊ ബി ആണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, നമ്പർ ഓഫ് ഐറ്റംസ്, മാക്സിമം ഐറ്റംസിന് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഉള്ളത് സ്കൂൾ ബിക്കാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും
ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നാണ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ എ സം ഓഫ് മണി ഡബിൾ ഇറ്റ്സെൽഫ് അറ്റ് 18% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം? അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത്? പി ഈക്വൽ ടു എസ് ഐ ആകും അല്ലെ. ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു എസ് ഐ ആകും. ആൻഡ് നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? പി ഇസ് ഈക്വൽ ടു പി ആർ ടി ബൈ 100 എന്നാണ്. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? പി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 18 വരും അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റ് 18 ആണ്. അപ്പൊ 18 വരും. ഇനി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പി ക്യാൻസൽ ആയാൽ ടി എന്ന് വെച്ചാൽ എന്താണ്? 100/18 ആണ്. 100/18 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 50/9 കിട്ടും. 50/9 നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലെ. 50 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 545 എന്ന് വരും. ഇവിടെ എന്ത് വരും? 10 വരും. അപ്പൊ എഗെയിൻ ഇവിടെ 5 വരും. 0.05 അല്ലെ. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോ 5 years 5 months ആണ് എന്ത് വരുന്നത്? 5 years 5 months അല്ല, സോറി, 5 years 6 months. 5.5 എന്ന് പറയുമ്പോൾ 5.5 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 5 years 6 months ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫ്രാക്ഷൻസ് ഈസ് ദ ലാർജസ്റ്റ്? തന്നിരിക്കുന്നതിൽ ലാർജസ്റ്റ് ഫ്രാക്ഷൻ. ഇത് നമ്മൾ ഫ്രാക്ഷൻസിൽ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻസിൽ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഫ്രാക്ഷൻസ് ഏതാണ് വലുത് എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അതിവിടെ യൂസ് ചെയ്യാണ്. അറിയാത്തവര് അതൊന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. ഡെസിമൽ ഫ്രാക്ഷൻസിനകത്ത് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുക, മനസ്സിലായില്ലെങ്കിൽ ഡെസിമൽ ഫ്രാക്ഷൻസ് കൂടെ ഒന്ന് പോയിട്ട് നോക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി, എന്നിട്ട് ഇത് ക്രോസ് ചെയ്യണം അല്ലെ. 11 into 13 എന്താണ്? 143 ആണ്. 12 into 12 എത്രയാണ്? 144 ആണ്. അപ്പൊ ഇവിടത്തെ ഗ്രേറ്റസ്റ്റ് ഏതാണ്? 12/13 ആണ് അല്ലെ. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്? ക്രോസ് ചെയ്തിട്ട് ന്യൂമറേറ്ററിന്റെ ഭാഗത്താണ് ആൻസർ എഴുതുന്നത് അല്ലെ. അപ്പൊ വലിയ ആൻസർ നിൽക്കുന്ന ഫ്രാക്ഷൻ ആണ് ഗ്രേറ്റർ നമ്പർ. അപ്പൊ ഇത് ചെറുതാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ 12/13 കൂടെ വേറെ ഫ്രാക്ഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. 12/13 15/16 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 12 into 16 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 12 into 16 എന്ന് പറയുമ്പോൾ 192 എന്ന് വരും. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. 6 8s are എത്രയാണ്? 6 2s are 12 ആണ്. ബാലൻസ് 1 6 1 into 6 6 plus 1 into 2 2 6 plus 2 8 8 plus 1 9 1 into 1 1 192. ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത് 1x1. ഈ ഒരു മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അറിയാത്തവരുണ്ടെങ്കിൽ 2 ഡിജിറ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. ആ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ 192 ഇവിടെ എഴുതി. ഇനി 13 into 15 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 195 എന്നാണ് ആൻസർ കിട്ടുക. അത് ഇവിടെ എഴുതി. അപ്പോ വലിയ നമ്പർ ഏതാണ്? 15/16 ആണ് വലുത്. സോ നമ്മൾ 12/13 അവിടെ വെറുതെ വിട്ടു. ഇനി അടുത്തത് 15/16 13/4 ആണ് 14 ആണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യം 15/14 15 into 14 ചെയ്യുമ്പോൾ നമുക്ക് 210 എന്ന് കിട്ടും. 13 into 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 208 ആണ്. അപ്പൊ ഇത് സ്മോളസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഏതാണ്? 15/16 ആണ് നമുക്ക് എന്ത് വരുന്നത്? ലാർജസ്റ്റ് ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത്. ഇത് ഇങ്ങനത്തെ മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ നമ്പറിനെയും ഡിവൈഡ് ചെയ്ത് ഡെസിമൽ എടുത്തിട്ടൊക്കെ വേണം ചെയ്യാൻ. പക്ഷെ അതിനേക്കാളും എളുപ്പമുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഡെസിമൽ ഫ്രാക്ഷൻസും പോയി ചെക്ക് ചെയ്യാം. എന്നിട്ടും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സോൾവ് ചെയ്ത് തരാം. ഓക്കെ, അടുത്തത് രാമു ഗോസ് ടു ഹിസ് കോളേജ് ഫ്രം ഹിസ് ഹൗസ് അറ്റ് എ സ്പീഡ് ഓഫ് 2 km/h. അപ്പോ ഒരു സ്പീഡ് അല്ലെ,
S1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 കിലോമീറ്റർ പെർ അവർ എന്ന് കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വരുന്ന സ്പീഡ് S2 എന്ന് പറയുന്നത് എത്രയാണ് 3 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതിന് ടോട്ടൽ ടൈം രാമു എടുക്കുന്നത് എത്രയാണ് 5 അവേഴ്സ് ആണ്. നമ്മളോട് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്, രണ്ട് സ്പീഡും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു d1/2 പ്ലസ് d2/3 അല്ലെ? രണ്ടെണ്ണത്തിന്റെയും അല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ നമ്മൾ 5 ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3d പ്ലസ് 2d/6 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 5 into 6 30 എന്ന് വരും. 3d plus 2d എന്ന് പറഞ്ഞാൽ 5d ആണ്. d എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 30 divided by 5 which is equal to 6 kilometer. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അല്ല സോറി, കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഫ്രാക്ഷണൽ അഡീഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്തത് if a by b is equal to 4/3 then what will be the value of 6a plus 2b by 4a minus 2b? അപ്പൊ ഇവിടെ എന്താണ്? ആക്ച്വലി ഇതൊരു റേഷ്യോ പോലെയാണ് തന്നിരിക്കുന്നത് അല്ലെ? 4/3 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? a എന്ന് പറഞ്ഞാല് 4x എന്നും b എന്ന് പറഞ്ഞാല് 3x ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 6 into 4x minus 2 into 3x divided by 4 into 4x ഇവിടെ പ്ലസ് ആണ് മൈനസ് 2 into 3x എന്ന് എഴുതാം. 6 4s are 6 4 24x പ്ലസ് 6x divided by 4 into 4 16x minus 6x. 24 plus 6 എന്താണ്? 30x ആണ്. 16 minus 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 10x ആണ്. x ക്യാൻസൽ ആവും. 30 divided by 10 എന്ന് പറഞ്ഞാൽ 3 ആണ് വരുന്നത്. അപ്പൊ ആൻസർ എത്രയാ വരിക? 3 ആണ് വരിക. ഇതിന് കൂടുതൽ കൂലങ്കുഷിതമായിട്ട് ചിന്തിക്കുകയും അത്രയും മറ്റേ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുക ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് അതൊരു റേഷ്യോ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. അടുത്തത്, ഗണേഷ് took a loan of rupees 14,000 to be paid after 3 years with compound interest at 10% per annum. How much total amount should he pay at the end of 3 years? അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലെ? എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? P. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 14,000 ആണ്. ഇൻറ്റു 1 പ്ലസ് റേറ്റ് 10 ആണ്. പെർ ആനം തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലെ? പെർ ആനം ആയതുകൊണ്ട് തന്നെ എത്ര വർഷമാണ്? 3 വർഷമാണ്. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വരും? 14,000 into 10 into 1 10 10 plus 1 11 11/10 into 11/10 into 11/10 എന്ന് വരും. ഇവിടെ നമുക്ക് ഈ സീറോസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് എന്താ വരിക? 14 into 11 ക്യൂബ് എന്നാണ് വരിക. 11 ക്യൂബ്. ക്യൂബ് കാണാനുള്ള ഫോർമുല നമുക്ക് അറിയാം അല്ലെ? അപ്പൊ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ക്യൂബ് കണ്ടുപിടിക്കുക. ക്യൂബ് കണ്ടുപിടിക്കുക. 11ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1331 ആണ്. ഇനി 14 into 1331 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 18,634 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ വരുന്ന എത്രയാണ്? നമ്മൾ 3 വർഷം കഴിയുമ്പോൾ 14,000 രൂപയൊക്കെ എടുത്ത ലോണിന് എത്ര രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം? 18,634 രൂപയാണ് നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത്, a precious crystal piece worth rupees 15,600 is accidentally dropped and was broken into 3 pieces. Their weights respectively proportional to 2, 3 and 5 units. Value of crystal varies directly as the cube of its weight. Calculate the percentage loss in the value. അപ്പൊ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ വെയിറ്റ് നമുക്ക് പൈസയാണ് 15,600 പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണത്തിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 2 plus 3 plus 5 ആണ് വരിക അല്ലെ? ദാറ്റ് മീൻസ് 10 യൂണിറ്റ്സ് ആണ്
വരുന്നത്. വെയിറ്റ് 10 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വാല്യൂ ഓഫ് ദ ക്രിസ്റ്റൽ വാരീസ് ഡയറക്ട്ലി ആസ് ദ ക്യൂബ് ഓഫ് ഇറ്റ്സ് വെയിറ്റ്. വെയിറ്റിന്റെ ക്യൂബിന് വേരി ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ക്രിസ്റ്റലിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ വെയിറ്റിനെ ക്യൂബ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125 ആണ്. ഓൾസോ 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ബ്രേക്കേജ് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? ഈ ക്യൂബ് പറയുന്നത് അല്ലെ. അപ്പൊ ബ്രേക്കേജ് കഴിഞ്ഞിട്ടുള്ള അവരുടെ വാല്യൂ, ടോട്ടൽ വെയിറ്റ് ആണ് ഇത്. ബ്രേക്കേജ് കഴിഞ്ഞിട്ടുള്ള അവരുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 8 + 27 + 125. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 ആണ് അവരുടെ വാല്യൂ. ഓക്കെ, അപ്പോ എത്രയായിരുന്നു അവരുടെ വാല്യൂ? 10 യൂണിറ്റ്സ് ആയിരുന്നു വാല്യൂ. പിന്നീട് അത് എത്രയായിട്ട് കുറഞ്ഞു? 160 ആയിട്ട് കുറഞ്ഞു. അപ്പൊ എത്ര പെർസെന്റേജ് ലോസ് ആണ് വാല്യൂല് വന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് 160 എന്ന് പറഞ്ഞാൽ 1000ന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 1000ന്റെ എത്ര പെർസെന്റേജ് ആണ് 160 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x എന്ന് പറഞ്ഞാല് എത്ര വരും? 160/10 എന്ന് വരും. 16, x 16 ആണ്. അപ്പൊ 16 ആണ് അതിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ 16% ആണ് 160 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റേജ് ലോസ് ആണ് വന്നത്? ആക്ച്വലി നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. എന്തായിരുന്നു? പോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ലോസ് എത്രയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 - 16 ചെയ്താൽ മതി. 100 - 16 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 84% ആണ് അവിടെ വരുന്നത്. ഓക്കെ, 84% ആണ് വരുന്നത്. വാല്യൂല് ഉണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് 84% ആണ്. കാരണം 16% വാല്യൂ മാത്രമേ ആഫ്റ്റർ ബ്രേക്കേജ് അതിന് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് പെർസെന്റേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, if a certain sum becomes rupees 20,720 in 4 years and rupees 24,080 in 6 years, find the sum and rate of simple interest. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 വർഷത്തേക്കുള്ളതും 4 വർഷത്തേക്കുള്ളതും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? 2 വർഷത്തേക്കുള്ളത്, അതായത് ഈ 2ന്റെയും 4ന്റെയും ഇടയിലുള്ള 2 വർഷത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 24080 - 20720. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 6 3 അല്ലേ? 3360 ആണ് എന്ത് വരുന്നത്? ഇടയിലുള്ള 2 വർഷം. അതായത് ആദ്യത്തെ 4 വർഷത്തെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഇത് തന്നിരിക്കുന്നത്. ആദ്യത്തെ 6 വർഷത്തെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് തമ്മിൽ മൈനസ് ചെയ്താൽ ഇടയിലുള്ള ഈ 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 3360 / 2 ചെയ്താൽ മതി അല്ലെ. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1680. 1680 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 വർഷത്തേക്കും കൂടെ എത്രയായിട്ടുണ്ടാവും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് 4 വർഷത്തേക്ക് 1860 into 4 ചെയ്താൽ മതി. നമുക്ക് ആൻസർ എത്രയാ കിട്ടുക? 2 then 6 4s are 24 plus 2 20. 27 balance 2 4 5 6 6 7 2 0. 6720 രൂപയാണ് 4 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി സിമ്പിൾ ഇൻട്രസ്റ്റ് 4 വർഷത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? 4 വർഷത്തെ സമ്മ് എത്രയാ വന്നത്? 20720. അത് മൈനസ് 4 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും അല്ലെ. അപ്പൊ എത്ര കിട്ടും? 0 0 0
14,000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെ ചെയ്താൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് തന്നെ ചെയ്യാം. കാരണം എന്താണ്? 14,000 രൂപയുടെ എത്ര പെർസെന്റേജ് ആണ് 6,720 എന്ന് നോക്കിയാൽ മതി അല്ലെ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പെർസെന്റേജ് യൂസ് ചെയ്ത് ചെയ്യാം. ഇവിടെ 100 ഇങ്ങനെ പോകും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 6720 ഡിവൈഡഡ് ബൈ 140 എന്ന് വരും. 0 ക്യാൻസൽ ആവും. 672 ഡിവൈഡഡ് ബൈ 14 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 12 എന്നാണ്. സോ നമ്മുടെ ആൻസർ എത്രയാ വരിക? 14,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇവിടെ മാത്സിന്റെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ റിവിഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഡെയിലി നമ്മൾ വീഡിയോസ് ചെയ്യും. മാത്സിന്റെ മാത്രമല്ല, റീസണിങ്ങും ജനറൽ അവയർനെസ്സും അതുപോലെ കറണ്ട് അഫയേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോസിനെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.